അടുത്ത കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ ഒന്നും ചെന്നിട്ടില്ല. അല്ല, ഇനിയിപ്പോ ഗോപി പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നതിനിടയ്ക്ക് അവള് വീട്ടിലെത്തിക്കാണോ? സ്കൂളിൽ പോകാൻ നേരം വല്ല വഴക്കോ വെക്കാനോ ഉണ്ടായിരുന്നോ പ്രഭാര? ഓ, ഇവിടുത്തെ പിള്ളേരുടെ ഓരോ രീതിയും പ്രവൃത്തി. ഏതായാലും ആളെയും പേരെ ഒന്നും അറിയിക്കണ്ട. പ്രായം തകഞ്ഞ കൊച്ച ആൾക്കാരറിഞ്ഞ അത് മതി അതിന്റെ ജീവിതം നായനാക്കാൻ. നമുക്ക് ഇറങ്ങാൻ സാമല്ലേ? ഞാനും കൂടെ വരാമാവാ. എന്റെ ഷർട്ടും എടുത്തടി. അല്ല, എന്നതാണ് പ്രഭാര, നിന്റെ രണ്ടാമത്തെ മോടെ കല്യാണാലോചന മുറയ്ക്ക് നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇനി എന്തിനാണ് രഹസ്യമാക്കി നടത്തുന്നത്? ദേ, എന്റെ മോൻ കെട്ടി അവള് 3 മാസം വയറ്റ് കണ്ണിയോ. ദേവികയ്ക്ക് പറയാനുള്ളത് ഏത് മഹാരാജാവിന്റെ മുഖത്ത് നോക്കിയും പറയും. ഇല്ലെങ്കിലേ ദേവിക ചത്ത് തെക്കോട്ടെടുക്കണം. എടാ, നിന്റെ മോളെ ഇവന് പെണ്ണ് ചോദിച്ചു വന്നപ്പോഴേ ഞാൻ നിന്റെ പെങ്ങളാണെന്ന് മറന്ന് നീ എന്നോട് പറഞ്ഞു വന്ന് ഞാൻ ചത്താലും മറക്കത്തില്ല. ഓ, നീ വലിയ ക്രിസ്ത്യാനിയെ പോയില്ലേ? എന്റെ പൊന്നു തള്ളും നിർത്ത്. നേരം കാലം നോക്കാനുള്ള ഒരു വർത്താനം. നീ വെറുതെ ആരെ ഏറ്റണ്ടടാ. പെണ്ണ് ചിലപ്പോ രസ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി കാണും. തള്ള വേലി ചാടിയാലേ മകള് മതിരി ചാടൂന്ന. അല്ല, എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ പച്ചപ്പാതിരക്ക് പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിന്റെ അർത്ഥം എന്തുവാ? ലൈൻ ബസ് ആകുമ്പോ തോനെ ആൾക്കാർ കയറും പോകും. അവരൊക്കെ എവിടെ ഇറങ്ങുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ? കുഞ്ചറിയാച്ച മോൻ ടോമിച്ചോട് ചോദിച്ചു നോക്ക്. പുള്ളിക്കാരൻ ഈ പെങ്കൊച്ചിനെ പരിചയമുണ്ട്. ഓക്കെ, അവനിങ്ങനെ ചെക്കറായിട്ട് പോകുന്നത് കൊണ്ട് വണ്ടിയിൽ കയറുന്നവർക്കൊക്കെ അവനെ പരിചയം ഉണ്ടാവും. ചിലരൊക്കെ അവനും പരിചയം കാണും എന്ന് കരുതി ഇതൊരുമാതിരി എരണം കെട്ട ഏർപ്പാടായി പോയി. കുഞ്ചറിയാച്ച ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ഇത് സാമുവലിന്റെ കാണാതായ മകൾ ലിസമ്മയുടെ പുസ്തകത്തിനകത്തുനിന്ന് കിട്ടിയതാണ്. കുഞ്ചറിയാച്ചന്റെ മകൻ അവൾക്ക് എഴുതിയ എഴുത്തുകളും ഫോട്ടോയും. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഈ പെൺകൊച്ചിന് എന്നാ വയസ്സ് കാണും? ഒരു 16 വയസ്സുണ്ടാവും. കർത്താവേ, വല്ല പോലീസുകാരുടെ കയ്യിലും പൊട്ട കഴിവടാമോ കുടുങ്ങല്ലോ. ഞാനിപ്പോ എന്നതാ ശേഖരൻ സാറേ ചെയ്യണ്ടേ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഈ രാത്രി തന്നെ. അതിന് കുഞ്ചറിയാച്ചന് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. കാര്യം, കോട്ടയം SP തോമസ് മാത്യു എന്റെ കസിനാ, ഇളയമേട മോൻ. പക്ഷെ ഈ പാതിരാത്രിക്ക് അവനെ വിളിച്ച് പറയാന്ന് വെച്ചാൽ പ്രശ്നം ഇതായി പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ അതെ, വെടിമരുന്നും തീപ്പെട്ടിയും ഒരിടത്തൊരുമിച്ച്. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ച് പറയാം. തോമസിനെ. എന്നതാ അച്ചായ? ഒന്നുമില്ല, നീ കിടന്നോ. ഹലോ, SP തോമസ് മാത്യു ഹിയർ. എന്നാ കുഞ്ചറിയാച്ചേ ഈ നേരത്ത്? ഞാൻ അന്വേഷിപ്പിക്കാം. എടാ, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാനം കപ്പലേറുന്ന കാര്യമാ. നീ ആ ഹോട്ടലുകളിലൊക്കെ ഒന്ന് തപ്പിക്ക്. പറ്റിയ രാത്രി തന്നെ രണ്ടിനെയും പൊക്കണം. ആ പെണ്ണിന്റെ തന്റെ ആളെയും കൂട്ടി വന്നിരിക്കുവാ. കുഞ്ചറിയാച്ചനൊന്നും വിഷമിക്കാതിരിക്കേ. നേരം വെളുക്കുമ്പോഴേക്കും പരിഹാരം ഉണ്ടാക്കാം. പേടിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാ. വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവരെ തപ്പിപ്പൊക്കി ഇവിടെ എത്തിക്കും. നിങ്ങൾ സമാധാനമായിട്ട് പോയാട്ടെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ശേഖര സാറിന്റെ വീട്ടിലോട്ട് വന്നേക്കാം. മക്കളെ കൊണ്ട് ഒരു ഉപകാരവും വേണ്ട, അതോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. പെണ്ണ് കേസിന് പോലീസ് സ്റ്റേഷന്റെ വരാന്തേ കയറാന്ന് വെച്ചാ, അല്ല, ഇവനെ പറ്റി ഇതിനു മുമ്പ് ഒരു പരാതി ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാ പിന്നെ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഒന്നുമില്ലല്ലോ, നമ്മുടെ കൊച്ചന്റെ കൂടെ അല്ലയോ പോയിരിക്കുന്നത്.